ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള മട്ടൻ കറിൻ്റെ ഒരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ വെച്ചാൽ നല്ല അടിപൊളി വ്യത്യസ്ത രീതിയിലുള്ള ഒരു മട്ടൻ കറിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൂടാതെ തന്നെ ഇത് ഉള്ളിയും തക്കാളി ഇതൊന്നും വഴറ്റാണ്ട് തയ്യാറാക്കുന്നതാണ്. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി മട്ടൻ കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ്റെ പീസ് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാനിവിടെ ഇഞ്ചി ഒരു ചെറിയ പീസും വെളുത്തുള്ളി ഒരു മുതുമൻ തന്നെ ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചതക്കിയിട്ടാണ് എടുത്തിന്, എനിക്ക് ടേസ്റ്റ് കൂടുതൽ അങ്ങനെ ആക്കിയാലോ എന്നിട്ട് തോന്നൽ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല. ഇതൊക്കെയാണ് കേട്ടോ അതിൽ ചേർക്കേണ്ട മസാലകൾ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇതിൽ നല്ലത്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് കൈയോട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ കൈയോട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് ഈ കുക്കർ ഒന്ന് അടച്ച് വെക്കാൻ പോകുന്നുണ്ട്. കുക്കർ ഒരു 2 വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും ഒരു 4-5 വിസിൽ വരെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. പിന്നെ മട്ടനൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള മട്ടൻ്റെ ആ ഒരു ചില മട്ടന് നല്ലോണം വേവ് വേണം, ചില മട്ടന് വേവ് കുറവായിരിക്കും. അങ്ങനെ നോക്കിയിട്ട് ചെയ്യണം. ഇനി മട്ടനെല്ലാം ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില വലിയ കറിവേപ്പില ആയതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ് ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചാണ് കേട്ടോ, ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. എന്നിട്ട് ഒരു മിക്സിയിൽ നന്നായിട്ടൊന്ന് കട്ടിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി മട്ടൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടോ നോക്കട്ടെ. അപ്പോൾ മട്ടനെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായ ഇതില്ലേ അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ്, അതൊന്ന് ഇതിലേക്ക് ചേർത്തോട്ടാ. ഇത് ചേർത്തൊടുത്താൽ നല്ലൊരു ടേസ്റ്റുമാണ്. നല്ല ഇതുണ്ടോ കളറ് തന്നെ മാറിയിട്ട കറിൻ്റെ നല്ലൊരു തേങ്ങക്കറിൻ്റെ എല്ലാം ആ ഒരു രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല തിക്കായും ചെയ്യും കേട്ടോ കറി. അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ. പിന്നെ ഞാനിതാ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ കറിൻ്റെ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇനി ഇതൊന്ന് കുറച്ച് ടൈമിലൊന്ന് ഇതാകാൻ വെക്കാം കേട്ടോ, ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതാ കുറുകിയ നല്ല അടിപൊളി മട്ടൻ കറി ഇവരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. വീഡിയോ കാണുന്ന എല്ലാവരോടും താങ്ക് യു. ബൈ.